ഓഗസ്റ്റ് 23 ലീമായിലെ വിശുദ്ധ റോസ കന്യക. 1586 മുതൽ 1617 വരെ കാലഘട്ടം. അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധയെന്ന് നാമകരണം ചെയ്യപ്പെട്ട റോസ പെറുവിൻ്റെ തലസ്ഥാനമായ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഇസബൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനവും അസാധാരണമായിരുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ഉപവസിച്ചു പോന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരീടവും എപ്പോഴും ധരിച്ചിരുന്നു. തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങളാണ് അവൾ അധികവും നട്ടുവളർത്തിയിരുന്നത്. തൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. തന്നിമിത്തം വല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ തലേ രാത്രി മുഖത്തും കരങ്ങളിലും കുരുമുളക് പൊടി തേച്ച് മുഖം വിരൂപമാക്കിയിരുന്നു. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ കരങ്ങളുടെ മൃദുലതയെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയി 2 കരങ്ങളും ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി. സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല, അപരർക്ക് പരീക്ഷ ഉണ്ടാകാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. സിയന്നയിലെ വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക. മാതാപിതാക്കന്മാരുടെ സമ്പത്ത് ക്ഷയിച്ച് അവർ വലഞ്ഞു തുടങ്ങിയപ്പോൾ റോസ അടുത്ത വീട്ടിൽ തുന്നൽ ജോലിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബച്ചെലവ് കണ്ടെത്തിപ്പോന്നു. കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിശ്ചയിച്ചുകൊണ്ട് റോസ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. ഏകാന്തതയിലായിരിക്കുന്നതിനായി അവൾ ഉദ്യാനത്തിൽ ഒരു പർണശാല കെട്ടിയുണ്ടാക്കിയിരുന്നു. മുള്ളുകളുടെ ഇടയിൽ തന്നെയാണ് ഈ റോസും വികസിച്ചത്. ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അവയോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. 1617 ഓഗസ്റ്റ് 24-ാം തീയതി 31-ാമത്തെ വയസ്സിൽ ഈ പുഷ്പം വാടി വീണു. 1671 10-ാം ക്ലെമൻ്റ് മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ ഈ വിശുദ്ധ ലാറ്റിൻ അമേരിക്കയുടെയും ഫിലിപ്പീൻസിൻ്റെയും സ്വർഗീയ മധ്യസ്ഥയായും വണങ്ങപ്പെടുന്നു. വചനം ഫിലിപ്പി 4-ാം അധ്യായം 4-ാം വാക്യം: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. വിചിന്തനം: കുരിശുരൂപം കയ്യിലെടുത്ത് സ്നേഹപൂർവ്വം ഈശോയുടെ മുറിവുകൾ ചുംബിക്കുക. അവിടുത്തോടൊരു പ്രസംഗം പറയുവാൻ അഭ്യർത്ഥിക്കുക. മുൾമുടിയും ആണിയും ദിവ്യരത്വവും പറയുന്ന വാക്കുകൾ ശ്രവിക്കുക. ഓ, എന്തൊരു പ്രഭാഷണം! കുരിശിൻ്റെ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ.